ഇന്നലെ അതിക്രൂരമായ ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് അരങ്ങേറിയത് എന്ന് പറയാം. പ്രേക്ഷകരെയും മലയാളികളെയും എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിച്ചു. 2 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനോട് കാണിച്ച ക്രൂരത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. നഖം കൊണ്ട് മുറിഞ്ഞതാണെന്ന് പോലും പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിലുള്ള മുറിവിനെക്കുറിച്ച് സംസാരിക്കുന്നു. ശിശുക്ഷേമ സമിതിയിൽ പാർപ്പിച്ച 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച് ആയമാരുടെ കൊടും ക്രൂരത പുറത്തറിഞ്ഞത് കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനിടെ മറ്റൊരു ആയയോട് തുറന്നു പറഞ്ഞതോടെ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട് തൈക്കാട് ആശുപത്രിയിൽ വിവരം ലഭിക്കുന്നത്. 2.5 വയസ്സുകാരിയായ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്താണ് സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ നീറ്റൽ അനുഭവപ്പെടുന്ന കാര്യം മറ്റൊരായയോട് കുഞ്ഞ് തുറന്നു പറഞ്ഞത്. മറ്റ് ജീവനക്കാർ അത് ജനറൽ സെക്രട്ടറിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് തൈക്കാട് ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവുള്ളതായി തന്നെ കണ്ടെത്തിയത്. സ്ഥാപനത്തിലെ മറ്റൊരായ കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്താണ് തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയുണ്ടെന്ന കാര്യം തുറന്നു പറഞ്ഞത്. അങ്ങനെയാണ് തൈക്കാട് കുട്ടികളുടെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തിയത്. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് കുട്ടിയെ നോക്കുന്ന ആയമാരം ചോദ്യം ചെയ്തപ്പോഴാണ് ഉപദ്രവിച്ച കാര്യം വെളിപ്പെടുത്തുന്നത്. വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന അജിത എന്ന താൽക്കാലിക ജീവനക്കാരിയാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചത്. ഈ വിവരം മറച്ചുവെച്ചതിന് 2 മറ്റു പേർക്കുമെതിരെയും പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. കിടക്കയിൽ മാത്രം മൂത്രമൊഴിച്ചതിന് ശിക്ഷയായാണ് ആയമാർ കുഞ്ഞിനെ ഉപദ്രവിച്ചത്. സംഭവത്തിൽ 3 ആയമാർക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അജിത, മഹേശ്വരി, സിന്ധു എന്നിവരാണ് അറസ്റ്റിലായത്. ഉപദ്രവിച്ചതിനും ഉപദ്രവിച്ച കാര്യം മറച്ചുവെച്ചതിനുമാണ് കേസെടുത്തത്. അമ്മ മരിച്ച് 16 ദിവസം തികയും മുൻപ് അച്ഛൻ ജീവനൊടുക്കുകയും ചെയ്തതോടെ 2.5 വയസ്സുകാരിയും 1 വയസ്സുള്ള അനിയത്തിയും ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലേക്ക് എത്തുന്നു. കുട്ടി സ്ഥിരമായി തന്നെ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നതിനാൽ ഉപദ്രവിച്ചുവെന്ന് അറസ്റ്റിലായവർ പോലീസിന് മൊഴി നൽകി. ഇതിന്റെ പേരിൽ കുട്ടിയുടെ ശരീരം നഖം പതപ്പിച്ച് നുള്ളി മുറിവേൽപ്പിക്കുകയായിരുന്നു. ഒപ്പം മുന്നിൽ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലും നുള്ളി മുറിവേൽപ്പിച്ചു. അറസ്റ്റിലായ 3 പേരും കഴിഞ്ഞ 5 വർഷമായി ശിശുക്ഷേമ രീതിയിൽ താൽക്കാലിക ജീവനക്കാരാണ്. മതിയായ പരിശീലനം ലഭിച്ചവരെയാണ് ആയമാരായി നിയമിക്കുന്നതെന്ന് സമിതി വിശദീകരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ളതായി തന്നെ പറയുന്നുണ്ട്. കുട്ടികളെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കുട്ടികളോട് ഇത്ര ക്രൂരമായി പെരുമാറാൻ സാധിക്കുന്നവരൊന്നും തന്നെ മനുഷ്യരെന്ന് പോലും വിളിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് കണ്ണില്ലാത്ത ക്രൂരത വാർത്ത പുറത്തു വന്നത്. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയാണ് പോലീസിൽ പരാതി നൽകിയത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ അതുമായി ബന്ധപ്പെട്ട് കർക്കശമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചതെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. അതിന്റെ ഭാഗമായാണ് കുട്ടിയെ മെഡിക്കൽ കോളേജ് പരിശോധനയ്ക്ക് വിധേയമാക്കിയതെന്നും പോലീസിൽ പരാതി നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുറിവുകൾ സാരമുള്ളതല്ല എന്നും പരിഭ്രാന്തി പരത്തരുതെന്നും GL അരുൺ ഗോപി പറഞ്ഞു. സ്ഥിരമായി കുട്ടിയെ പരിചരിച്ച ആയമാരാണ് അറസ്റ്റിലായത്. ഒരു ദിവസം 4മതൊരാൾ കുട്ടിയെ പരിചരിക്കാൻ എടുത്തപ്പോഴാണ് കുട്ടിയുടെ ശരീരത്തിൽ മുറിവേറ്റത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നാലെ വിവരം മേലുദ്യോഗസ്ഥരെ അറിയിച്ചു. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ ശരീരത്തിൽ നഖം കൊണ്ട് നുള്ളിയ ചെറിയ പാടുകൾ ഉള്ളതായും GL അരുൺ ഗോപി പറഞ്ഞു. 3 ആയമാരും കുട്ടിയെ ഉപദ്രവിച്ചുവെന്നാണ് വിവരം. പ്രതികൾക്കെതിരെ മറ്റെന്തെങ്കിലും നടപടി മുൻപ് എടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. ശിശുക്ഷേമ സമിതിയിൽ 103 ആയമാരാണുള്ളത്. ഈ ആയമാരെയെല്ലാം കരാർ ജീവനക്കാരായാണ് എടുത്തിട്ടുള്ളത്. പ്രതികളായ 3 പേരും വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നവരാണെന്ന് പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.